ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദീസ് വേൾഡ്. അപ്പം ഞാൻ ഇന്നുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നേരത്തെ ഏട്ടൻ പഠിക്ക് പോകുമ്പോൾ ഏട്ടൻ്റെ കൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ വന്ന് ഞാൻ നമ്മുടെ ദേശീയ വസ്ത്രമായ മാക്സിയൊക്കെ ഇട്ടിട്ടോ. എനിക്കിതിടുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ടാണ്, നല്ലൊരു സുഖമാണ്. ചൂടുകാലത്തൊക്കെ മാക്സിയല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ വരുമ്പോൾ ഞാൻ മത്തിയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ മത്തി നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ അടുക്കളയിലാണല്ലോ കയറി നോക്കുക. അങ്ങനെ എന്തൊക്കെ ഉണ്ട് തിന്നാൻ നോക്കിയപ്പോഴാണ് ഞാൻ സത്യം കണ്ടോ ഗൈസ്, ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് മുട്ടക്കറിയാണുള്ളത്. ഓഫ്, അടിപൊളി മുട്ടക്കറിയാണേ. അപ്പോൾ വീട്ടിൽ അമ്മയില്ലേ, അമ്മ പണിക്ക് പോയതാണേ. അമ്മ അംഗനവാടിയിലാട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും മീനെ കൊണ്ട് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ഇവിടെ അതുകൊണ്ടല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുക, നമ്മൾ തന്നെ തിന്നും. അങ്ങനെ കേട്ടോ. ഞാൻ മത്തിയിൽ മസാലയൊക്കെ തേച്ച് കുഴച്ച് വെക്കട്ടോ. ചോറ് കഴിക്കാനാകുമ്പോഴാണ് നമ്മൾ പൊരിക്കുള്ളൂ, അപ്പോഴല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്ത് സീരിയലാണ് കാണുന്നത്? ഇതന്നെയല്ല ഇപ്പം ഇന്നലെയും കണ്ടുങ്ങള്. ഞാൻ രാത്രിയാണല്ലോ ഈ ചാനല് രാത്രി ഇടൂലടി. ഇത് കഴിഞ്ഞ കൃഷ്ണുണ്ട്, ഇതൊന്നും കാണില്ല. അപ്പോഴേക്കും ഞാൻ കുടിച്ചിട്ടുള്ളൂ. ഇന്നൊത്തിരി നാട്ടിയാണ്. അച്ചമ്മയ്ക്ക് പണി ഫുൾ ടൈം സീരിയൽ കാണണം കേട്ടോ. രാത്രി കണ്ടത് പിന്നെ രാവിലെ ഇരുന്ന് കാണും. എന്നിട്ട് ഞാൻ പറയുമ്പോൾ അതല്ല ഇത് വേറെയാന്ന് പറയട്ടെ എന്നോട്. അങ്ങനെ ഞാൻ വിശന്നപ്പോൾ രാവിലെ ചായക്ക് വീട്ടിൽ പുട്ടും പഴമായിരുന്നു കേട്ടോ. അങ്ങനെ അത് എടുത്ത് കഴിച്ച് വീട്ടിലെത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക വിശപ്പാണ്. അങ്ങനെ പുറത്തല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മനോട് പറയായിരുന്നു മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അച്ഛമ്മ പറയുക ഇവിടെ പെയ്യൂല, അങ്ങനെ മഴ പെയ്യില്ല എന്ന് പറഞ്ഞ് നാവെടുത്തിട്ടില്ല. അപ്പോഴേക്കും പേരും മഴ പെയ്തിട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുകയാണ് മഴ കാണാനായിട്ട്. സോ എന്തായാലേ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കി പല കാര്യങ്ങളും ചിന്തിച്ചിങ്ങനെ ഇരിക്കാം. അങ്ങനെ എത്ര പേര് ഇരുന്നിട്ടുണ്ടാവും, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കണം. ബൈ.